മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ലക്ഷ്യമിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം കോടതിയിൽ തകർന്നടിയുന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളം കാണുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി. ആരോഗ്യ വിവരങ്ങൾ ചോർത്തി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയെന്ന വാദം നിലനിൽക്കില്ലെന്നും സർക്കാർ നടപടിയിൽ നിയമവിരുദ്ധതയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ നേതാക്കൾ വീണ്ടും പരിഹാസ്യരായി മാറുകയാണ്. കോടതികളിൽ നിന്നും പ്രതിപക്ഷത്തിന് തിരിച്ചടിയെന്ന വാർത്ത വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല. ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം സ്പ്രിംഗ്ലർ വിഷയത്തിലെ കോടതി ഉത്തരവ്. കോവിഡ് കാലത്ത് ആരോഗ്യ വിവരങ്ങൾ ചോർത്തി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയെന്ന വാദം നിലനിൽക്കില്ലെന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. സർക്കാർ നടപടിയിൽ നിയമവിരുദ്ധതയില്ലെന്നും വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ ആരോപണത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് കോടതി തീർപ്പ് കൽപ്പിച്ചിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെല്ലുവിളിയായിരുന്നു കോവിഡ് സാഹചര്യത്തെ നേരിടുകയെന്നത്. ആ സാഹചര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നതിൽ സർക്കാരിനെ കുറ്റം പറയാനാവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന പ്രചാരണങ്ങളിലൊന്ന് സ്പ്രിംഗ്ലർ കരാറായിരുന്നു. നേരത്തെ AI ക്യാമറ, K-ഫോൺ പദ്ധതികളിലും അഴിമതി ആരോപിച്ച് സർക്കാരിനെതിരെ നടത്തിയ നിയമ പോരാട്ടങ്ങളിലും പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റിരുന്നു. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് വരെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. AI ക്യാമറ വിഷയത്തിൽ സർക്കാരിനെതിരെ പുറത്തു പറഞ്ഞതൊന്നും കോടതിയിൽ തെളിയിക്കാൻ വി.ഡി. സതീശനായില്ല. ഹർജിക്കാരൻ്റെ കയ്യിൽ ആരോപണങ്ങളല്ലാതെ തെളിവുകളില്ലെന്ന് കോടതിക്ക് പറയേണ്ടി വരികയും ചെയ്തു. രാഷ്ട്രീയ തർക്കങ്ങൾ പരിശോധിക്കുവാനുള്ള ആയുധമല്ല പൊതുതാൽപര്യ ഹർജിയെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. CMRL കേസിലാകട്ടെ വിജിലൻസ് കോടതി മുതൽ സുപ്രീം കോടതിയിൽ നിന്ന് വരെ തിരിച്ചടികളുടെ പരമ്പരയാണ് പ്രതിപക്ഷ MLA ആയ മാത്യു കുഴൽനാടൻ നേരിട്ടത്. കോടതിയെ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയാക്കരുതെന്ന് സുപ്രീം കോടതി കുഴൽനാടന് ശക്തമായ താക്കീത് നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് 2024 മെയ് 26 തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയ പരാമർശം ഇങ്ങനെയാണ്: ആരോപണം സാധൂകരിക്കുന്ന ഒരു കഷ്ണം കടലാസ് പോലുമില്ല. അക്കാര്യം തന്നെ ഹൈക്കോടതിയും വിധിന്യായത്തിൽ ആവർത്തിച്ചു. രാഷ്ട്രീയ ആരോപണങ്ങൾ തിരിഞ്ഞുകൊത്തുകയും സർക്കാരിനെതിരായ നിയമപോരാട്ടത്തിൽ നിരന്തരം തോൽക്കുകയും ചെയ്യുന്ന സംഘമായി പ്രതിപക്ഷം മാറുമ്പോൾ അഴിമതിയുടെ കറ പുരളാത്ത ഭരണ സംവിധാനം എന്ന ഖ്യാതി പിണറായി വിജയനും സർക്കാരിനും നിലനിർത്താനുമായി. കൈരളി ന്യൂസ്, കൊച്ചി.